മുണ്ടക്കൈ പുനരധിവാസത്തിൽ സ്പോൺസർ നൽകിയതിനേക്കാൾ കൂടുതൽ തുക വന്നാൽ അത് സർക്കാർ വഹിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ആദ്യം വീടുകൾ നിർമ്മിക്കുക. 7 സെന്റ് ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റിലായിരിക്കും നിർമ്മാണം. ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി 4 പാലങ്ങളും 8 റോഡുകളും നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എല്ലാവരും ദുരന്തബാധിതർ എന്നാൽ എല്ലാ ലിസ്റ്റിലും ഉണ്ടാകില്ല. വീട് നഷ്ടപ്പെട്ടവരുടെ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസിൽ 2A 2B ഇതിപ്പോൾ പുറത്തിറങ്ങും. അതല്ലാതെ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ 1038 കുടുംബങ്ങളുണ്ട്. ആ മൈക്രോ പ്ലാൻ അനുസരിച്ചുകൊണ്ട് ഉപജീവനത്തിനുള്ള എല്ലാ മാർഗങ്ങളും അതുവഴി നമ്മൾ തയ്യാറാക്കി നൽകും. ഒരു ആശങ്കയും ഒരു ദുരന്തബാധിതരും വേണ്ട. ഈ ദുരന്തത്തിൽപ്പെട്ട സ്ഥലത്ത് വീട് നഷ്ടപ്പെട്ടവനും ദുരന്തത്തിനെ തുടർന്ന് ജോൺ മത്തായി ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ പെട്ടവരും ഇനി അങ്ങോട്ട് പോകാൻ പറ്റാതെ, അപ്പോൾ അങ്ങനെ തകർന്നു പോകുന്നതും തകർക്കേണ്ടതുമായിട്ടുള്ള കെട്ടിടങ്ങളോ വീടുകളോ നിൽക്കുന്നവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കും. ഇപ്പം ഞാൻ പറയുന്നു, ഫസ്റ്റ് ഫേസിലെ പേരുള്ളവർ, 2A ലിസ്റ്റിൽ പേരുള്ളവർ, 2B ലിസ്റ്റിൽ പേരുള്ളവർ, അവരെ പൂർണ്ണമായും ഒരുമിച്ചായിരിക്കും പുനരധിവസിപ്പിക്കുക. നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നിയമസഭയ്ക്ക് ഉറപ്പ് കൊടുത്തതുപോലെ ഈ വർഷം തന്നെ, ഈ സാമ്പത്തിക വർഷം തന്നെ പുനരധിവസിപ്പിക്കേണ്ട മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും.